നമ്മളാരാണ്, നമുക്കെതിരെ വരുന്ന ആരാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ഗോസ്പൽ. നമ്മൾ കുഞ്ഞാടാണെന്നാണ് ഈശോ പറയുക. നമുക്കെതിരെ വരുന്ന ചെന്നായ്ക്കളാണ്. അപ്പം നമ്മൾ എന്താവണം? നമുക്ക് സർപ്പത്തിൻ്റെ വിവേകം ഉണ്ടാവണം, പിന്നെ പ്രാവിൻ്റെ നിഷ്കളങ്കത ഉണ്ടാവണം. നമ്മൾ കൂടുതൽ നിഷ്കളങ്കരായിക്കഴിഞ്ഞ പ്രശ്നമാണ്, ആൾക്കാർ നമ്മുടെ മേത്തിട്ട് കയറും. നമ്മൾ കൂടുതൽ സർപ്പത്തിൻ്റെ ബുദ്ധി കാണിച്ചാലും പ്രശ്നമാണ്, നമ്മൾ ക്രൂക്കഡാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് എന്താ? ഹൃദയത്തിൽ നിങ്ങൾ പ്രാവാവണം, പക്ഷെ ബുദ്ധിയിൽ നിങ്ങൾ സർപ്പമാവണം. ഇനി ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ്. നമ്മൾ ആടാണ്, നമ്മളൊരു മുറിക്കകത്തിരിക്കുന്നു. പുറത്ത് ചെന്നായ വന്നിപ്പുണ്ട്. ചെന്നായ വന്ന് മുട്ടുന്നുണ്ട് വാതിലിൽ. ഈ സമയത്ത് നമുക്ക് 4 ചോയ്സാണുള്ളത്. ഒന്ന്, നമുക്ക് ഈ ചെന്നായെ പേടിച്ചത് കടിച്ച് കീറുമെന്ന് പേടിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങാതിരിക്കാം. അങ്ങനെ ജീവിതകാലം മുഴുവൻ സ്വാതന്ത്ര്യമില്ലാതെ ഈ ഇരുട്ടുമുറിയിൽ കഴിയാം. രണ്ടാമത്തേത്, നമുക്ക് ഒരു AK-47 എടുത്ത് പുറത്തോട്ട് ചാടി ഈ ചെന്നായ്ക്കളൊക്കെ അങ്ങോട്ട് വെടിവെച്ച് തീർക്കാം. അത് വയലൻസാണ്, അത് അക്രമത്തിൻ്റെ വഴിയാണ്. മൂന്നാമത്തേത്, നമുക്കൊരു ചെന്നായുടെ കുപ്പായി ഇട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ് കേട്ടോ, നമ്മളൊക്കെ സെയിമാണ് കേട്ടോ എന്ന് പറഞ്ഞൊരു കോംപ്രമൈസ് കൂടെ നമുക്ക് പോവാം. നാലാമത്തേത്, അത് നമ്മൾ ആടായതുകൊണ്ട് നമുക്കൊരു ഇടയനുണ്ട്. അപ്പോൾ ഈ ഇടയൻ്റെ വാക്കിൽ ട്രസ്റ്റ് ചെയ്തിട്ട് ഈ പുറത്ത് വിശാലമായൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ഈശോ പറയുന്ന അങ്ങോട്ട് ഇറങ്ങി കളിക്കാനേ പറയണം. കാരണം ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ ഇറങ്ങി കളിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങി കളിക്കാം. എന്തു വേണം? ചിന്തിക്കുക.